to Giggly Cow. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ യാത്രയുടെ തുടർച്ചയാണ്. ഞങ്ങൾ വാൾപ്പാറയ്ക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആക്ച്വലി ഇത് കുഞ്ഞു റൂട്ടാണ് കേട്ടോ, കുഞ്ഞു റോഡാണ്. രണ്ട് വണ്ടികൾക്ക് ഒരുമിച്ച് അങ്ങനെ പോകാൻ കഴിയാത്ത അത്രയും ചെറിയ റോഡാണ്. കാടിനകത്തൂടെയാണ് നമ്മൾ പോകുന്നത്. എന്നാൽ ഇവിടെ എലിഫന്റ് ക്രോസിങ്, അങ്ങനെ പിന്നെ ആനിമൽ ക്രോസിങ് ഏരിയ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. കാടിൻ്റെ അകത്തൂടെയാണ്. ഇനി നേരെ ഞങ്ങൾ എത്തുന്നത് വാൾപ്പാറയ്ക്കാണ്. വാൾപ്പാറയ്ക്കുള്ള റൂട്ടാണിത്. ഇത് 6 മണി 6:30 ആണ് സമയത്ത് ഈ റൂട്ട് ക്ലോസ് ചെയ്യും. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു റൂം എടുത്തിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നാളെ റിട്ടേൺ. അതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഓക്കെ, മങ്കീസ്. നമുക്ക് പല മൃഗങ്ങളെയും കാണാൻ കഴിയും. എന്നെ വിശ്വസിക്കുന്നു. ഭയങ്കര കർശന, ഭയങ്കര കർശന. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് നമ്മൾ കഴിഞ്ഞു. ഈ അടുത്ത ചെക്ക് പോസ്റ്റിൽ ഒരു പിന്നെ റെസിപ്റ്റ് തന്നിട്ടുണ്ട് അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ പാസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഞാൻ നാളേക്കാണ് റിട്ടേൺ എടുത്തത്. അത് ഓൾറെഡി എനിക്ക് അങ്ങനെ തോന്നി, അപ്പം അങ്ങനെ എടുത്തു. സോ നല്ല വ്യൂ, അടിപൊളി വ്യൂ, നല്ലൊരു പാലം. ഒരു ഭയങ്കര പീസായിട്ടുള്ള ഏരിയ. രണ്ട് ഭാഗത്ത് മരങ്ങള് കാണിച്ചു. കരിങ്കുരങ്ങനെ കണ്ടില്ല. കൂടെ എങ്ങോട്ടാ തിരിക്കണ്ട. കണ്ടക്ക് അവിടൊക്കെ ഉണ്ട്. കരിങ്കുരങ്ങൻ എന്തെങ്കിലും പേരുണ്ടോ? സ്പീഷീസിന് എന്തെങ്കിലും പേരുണ്ടോ? അവിടെ ഉണ്ടായിരുന്നത് അതെ അവിടെ ഒളിച്ചിക്കണത്. കേറണ് അവിടെ കേറാം. അതോടെ ഒളിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ പലതും നമുക്ക്
ഉണ്ടാവും പറയാനില്ല. നേരിട്ട് തോന്നാൻ കണ്ടു പോവാം. ഇനി നമുക്ക് അടുത്തില്ല. വെള്ളം നിന്ന് കഴിഞ്ഞതായി വേനലായതുകൊണ്ട്. അങ്ങനെ നമ്മുടെ അയൽമ കരങ്ങനെ കണ്ടു അടിപൊളി വാങ്ങി. ഓക്കെ, അപ്പം ഞങ്ങൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിരപ്പള്ളിയിൽ നിന്ന് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത വാൾപ്പാറ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി അവിടെ ഒരു ചെക്ക് പോസ്റ്റ് കൂടെ ഉണ്ടാവും. അപ്പം അവിടെ തന്നൊരു റെസിപ്റ്റ് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് കളയരുത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊരു വനപ്പാതയാണ്. ആന ഇറങ്ങുന്ന ഏരിയയാണ്. ഓക്കെ, അപ്പോ നല്ല അടിപൊളി വൈബ് റൂട്ട് റൂട്ട് നല്ല ഭംഗിയുള്ള കാട്ടുപാതയിലൂടെയുള്ള. ഇവിടെ ഒരു വീടും ഉണ്ടോ? എന്താ ഞാൻ വെച്ചു കാട്ടി വല്ലതും ആണോന്ന് വെച്ചു. സംസാരിക്കാം. അപ്പം ഉണ്ടോ KSRTC? അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് റേഞ്ച് ഫോറസ്റ്റ് വാഴച്ചാല്. എന്തായാലും അടിപൊളി റൂട്ടാണ്. നമ്മൾ ഈ മസനഗുഡി വഴി ഊട്ടിയൊക്കെ പോകുന്ന അതേ ഒരു വൈബ് അല്ലേ? വേറൊരു വൈബ്. രണ്ടും ഫോറസ്റ്റ് ആണ്. കുറച്ചുകൂടെ ഡേഞ്ചർ റൂട്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് ജൂൺ മാസം മുതൽ അങ്ങോട്ട് പിന്നെ അല്ലെങ്കിൽ മഞ്ഞുകാലം കോടൊക്കെ ഇറങ്ങുന്ന ടൈമിലല്ലേ നല്ല ഭംഗി ഉണ്ടാവും. നമ്മളിപ്പോ മെയ് മാസം കണ്ടുകൊണ്ട് കൂടെ ഒന്നാനാം കുന്നിന്റെ ഓമലകൾ തന്നന്നം താനന്നം താളം ഇവിടെ വീടുകളുണ്ട് കേടാ.
അമ്പ് കാടും പുഴയും മഴയും എല്ലാം കേറി വരുന്നൊരു വള്ളിത്തേരാണ്. വേൽമുരുക ഹരോഹര അന്ന് ചെല്ലണം കേട്ടോ. അപ്പൊ ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് ഹെൽമെറ്റ് കൂടപ്പടയുടെ ചെമ്പട കോലം തുള്ളും താളം വീരപ്പടയുടെ വെമ്പടി ഊട്ടി വൃത്തിക്കേടും താളം നാടും കാടും വീടും വീടും വിടുന്നൊരു വണ്ടിച്ചേരാണ്. ഇനി വേറെ പാട്ട് മറ്റേ പാട്ട് ഏതാണ്? വായത്തോട്ട് എന്താണ് ഏതാണ്? സെന്റിമെന്റ് പാട്ടില്ലേ പറഞ്ഞേ എനിക്കറിയില്ല ഏതേതോ. ഓ അയ്യോ മറന്നു പോണു ഗായ്സ്. അപ്പോ അറ്റാസ്വായത്തെ പാട്ട് റിമംബർ ചെയ്തു. പക്ഷെ ഞങ്ങളൊരു ആകെ ആ കാട്ടുകൊല്ലിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കിളികൾ വരെയുണ്ട്. ഒരു വേഴാമ്പലിനെ കണ്ടിരുന്നെങ്കിൽ അല്ലേ? ഫോട്ടോയിൽ കണ്ടിരുന്നത് ഇതാണ് നമ്മുടെ റോഡ്. ഇങ്ങനെ പോയി അങ്ങനെ. വണ്ടി പോയി. അതെ നമ്മുടെ മുൻപില് ഒരു ബാക്കിലും ഫ്രണ്ടിലും ഒരേറ്റ വണ്ടി. അതെ ഞങ്ങൾ ഞങ്ങളുടേതാണ്. ചുറ്റും വനമേഖലയും ചുറ്റിനും വനം. അതിന്റെ നടുവിലൂടെ ഞങ്ങൾ ഉണ്ടാവില്ലല്ലേ. ഇത് പറഞ്ഞാല് വേറൊരു വൈബാണ്. ബസ്സിന്റെ കൂടി ഊട്ടിയൊക്കെ പോയ സമയത്ത് ഞങ്ങളുടെ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിലും അപ്പോഴെപ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കാര്യം. ഞങ്ങളെ പുറത്ത് നോക്കുന്നില്ലേ അറിയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വൈബ് കണ്ട വഴി കള്ള. ഹൃദയം നിറയും അഴലിൽ വീഴ്ന്നാലും മകനോ ലിറിക്സ് ഫുള്ള് തെറ്റാണ്. ഞാമല്ലേ ഉള്ളൂ അതല്ല, നീ എന്റേതല്ലേ പൊന്നെ ഹൃദയം നിറയും. രജനി പാട്ട് മാറി. 90s പോയി. പാട്ടിൽ നാടും വീടും വിട്ടുകൾ പോകുന്നു. നീനം തീരം തേടും തിരയുടെ പാട്ട് ഇപ്പൊ എന്താ നേരിക്ക് പാട്ടാരോ യാ ഒരു മഴ. അതെ അതെ അല്ലേ? അല്ലാഹുവേ മഴ ചാറുണ്ടോ? റബ്ബേ ഉണ്ടോ? ഉണ്ടോ? തുപ്പലാണോ? ആരെങ്കിലും തുപ്പണേ? ഞാനോ? തുപ്പലാണോന്ന് മഴ പെയ്യാണെങ്കിൽ ഒന്നും നോക്കണ്ട. ഞങ്ങള് കോട്ടിടൂല, ഞങ്ങൾ ഫുൾ ആസ്വദിക്കും. ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടു പിന്നെ ഈ സമയം വരെ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഓൾമോസ്റ്റ് യാത്രകള്
അത് ഞങ്ങള് എന്താ പറയാ മഴ നനഞ്ഞു പോകും. സത്യം ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, ഞാൻ വെറുതെ പറഞ്ഞാണേ, ഇപ്പോഴും പറയാ ഞാൻ വെറുതെ പറഞ്ഞാണേ. എന്തായാലും അതെ അതെ, ഞങ്ങൾ 2017 ഞങ്ങളെ മാരേജ് കഴിഞ്ഞത്. അന്ന് നിക്കാഹ് കഴിഞ്ഞു, ഓഗസ്റ്റിൽ നിക്കാഹ് കഴിഞ്ഞു. പിന്നെ 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നവംബറിലാണ് അപ്പൊ നവംബറിലാണ് ഞങ്ങളുടെ കല്യാണം നവംബറിലാട്ടോ. അപ്പോ ആ ടൈമിൽ തന്നെ ഞങ്ങള് യാത്ര ചെയ്യുമ്പോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും മഴ ഉണ്ടാവില്ല, പക്ഷെ എന്താ മഴ പെയ്ത് അത് വേറെ സംഭവം ഉണ്ട്. റോഡൊക്കെ നനഞ്ഞുണ്ട് കണ്ടോ. അപ്പോ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ മഴ ഉണ്ടാവില്ല. പിന്നെ എന്താ നമ്മള് റൺ ചെയ്തുകൊണ്ട് നിൽക്കും അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമിലാണ് മഴ ഉണ്ടാവുക. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങള് മഴ കൊണ്ടുകൊണ്ട് പോകും. അത് ഞങ്ങൾക്ക് ശീലമായി പോയി. അത് ഇപ്പോഴും ഇപ്പൊ കഴിഞ്ഞ മഴക്ക് വരെ ഞങ്ങള് മഴ കൊണ്ട് പോവോ? ഞങ്ങൾ ആക്ച്വലി ഡ്രസ്സൊന്നും എടുത്തില്ല. ഞങ്ങൾക്ക് ബാക്കില് കുറെ ടൈമുകൾക്ക് ശേഷം ഒരു ഓട്ടോ വരുന്നു. ഓട്ടോ ഇവിടെയൊക്കെ മഴ പെയ്ത് ചോർന്നതാ തോന്നുന്നു. കണ്ടോ നന്നെ, റോഡ് ഫുള്ള് നന്നുണ്ട്. അപ്പൊ മഴ ഞങ്ങളെ മുൻപ് പെയ്ത് പോയതാ തോന്നുന്നു. അതുപോലെ ഞങ്ങൾ അന്ന് പോണെന്നും രണ്ടാക്കും വഴി അറിയില്ല. അതെ, ഫസ്റ്റിലൊന്നും കല്യാണം കഴിഞ്ഞാലാണ് ബൈക്ക് എടുക്കണത്. അതുവരെ ബൈക്ക് എടുത്തിട്ടില്ലേ. അതെ, എന്റെ ആകെ ഞാന് എന്റെ ഉപ്പാന്റെ അടുത്ത് എനിക്ക് ഓരോ ആഗ്രഹങ്ങളാണല്ലോ, നമ്മള് കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടല്ലോ. അങ്ങനെ ഞാന് എന്റെ ഉപ്പാന്റെ അടുത്ത് പറഞ്ഞത് എന്താ, ഡ്രൈവിംഗ് അറിയണം, ആണ് അത് ബൈക്ക് അറിയണം, അത് എനിക്ക് അത് വേണം, അത് നിർബന്ധമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആൾക്ക് ഡ്രൈവിംഗ് അറിയോ, ഞാൻ അന്വേഷിച്ചപ്പോ ഞാൻ ആദ്യം ചോദിച്ചിട്ട് ഡ്രൈവിംഗ് അറിയോന്ന് ചോദിച്ചു. അപ്പൊ ഡ്രൈവിംഗ് അറിയാന്ന് പറഞ്ഞു. നാത്തൂന്റെ മോളാണ് എന്റെ കല്യാണം ഉണ്ടാക്കിയത്. അപ്പൊ സിനുവാണ് കല്യാണം ഉണ്ടാക്കിയത്. അപ്പൊ ഓരോരുത്തർ ചോദിച്ചപ്പോ ഡ്രൈവിംഗ് അറിയാന്ന് പറഞ്ഞു. അതുപോലെ വേറൊരു സംഭവം പറഞ്ഞ എന്താന്ന് വെച്ചാല്, ആള് 1 മാസം ഭയങ്കരമായിട്ട് ജോലിക്ക് കാര്യങ്ങളൊക്കെ പോയിട്ട് 1 മാസം ഫുള്ള് ട്രിപ്പിലായിരിക്കും എന്ന് പറഞ്ഞു. അവിടെ ഞാൻ ഫ്ലാറ്റ് ഒന്നും നോക്കണ്ട, സെറ്റ്, എനിക്ക് അത് അത്ര മാത്രം മതി, കേട്ടാ മതി. അങ്ങനെയായിരുന്നു ഞാന്. അങ്ങനെ അങ്ങനെ ഞാൻ പോയിട്ടില്ല. പിന്നെ ഞങ്ങള് പോയില്ലേ, നമ്മളെ കോഴിക്കോട് പോകും. കോഴിക്കോട് എങ്ങനെ പിന്നീട് ഞാൻ അറിയണത് അതൊക്കെ വെറും പാഴ്വാക്കുകളായിരുന്നു, അവളിഞ്ഞ് പറ്റിച്ചതാണ്. പക്ഷെ ഞാൻ എന്താക്കി, ഞാൻ വിട്ടു കൊടുക്കില്ല. ഞാൻ എന്റെ പപ്പ എന്ന് പറഞ്ഞാല്, എന്റെ പെച്ചി എന്ന് പറഞ്ഞാല് എന്താ പറയാ, ലോകം ഫുള്ള് കണ്ടെന്ന് അറിയില്ല, അങ്ങനത്തെ ആളാ. പറഞ്ഞാൽ എവിടെ കൊണ്ടിട്ടാലും അതിലൂടെ ഉള്ള ആ റൂട്ട് ഇതിലൂടെയാണ്, ഈ റൂട്ട് അങ്ങനെ എങ്ങനെ പറയും. അങ്ങനെ അറിയുന്ന ആളാണ് എന്റെ പപ്പ, എന്റെ പെച്ചി. അതുകൊണ്ട് ആ പെച്ചിന്റെ മകളായതുകൊണ്ടാണ് ആയിരിക്കാം ഭയങ്കര ഇഷ്ടമായി ട്രാവൽ ചെയ്യണം. ചെറുപ്പത്തിലൊക്കെ എന്നെ ഇങ്ങനെ കൈക്കുഞ്ഞായിരുന്നപ്പം തുടങ്ങിയതാണ്. എന്റെ ഇപ്പോഴത്തെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു ആൾക്ക്. ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം ഞങ്ങൾ ബൈക്ക് എടുക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ബുള്ളറ്റ് എടുക്കാന്നാണ്. അപ്പോൾ അതെന്താന്ന് വെച്ചാല് വെച്ച് പറഞ്ഞത്, മുതലുണ്ടോ ക്രോക്കോഡിൽ മേ catch you if you survive you will. ഇതിന്റെ അടുത്ത് ക്രോക്കോഡിലുണ്ടെന്ന്. വൗ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വ്യൂ. എവിടെ ഇറങ്ങണോ? ഫാമിലി ഇറങ്ങണ കണ്ട്.
ഇന്നെ ക്രോക്കോഡിൽ പിടിച്ചോട്ടെ എന്നല്ലടാ. ആയിക്കൂടെ വണ്ടി വരാന്നേ. ഞാൻ വീണോയാലോ? അപ്പം ഇവിടെ കണ്ടോ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ, അപ്പൊ പിന്നെ എൻ്റെ പപ്പ എന്ത് ചെയ്യും, ബൈക്കിന്റെ ഫ്രണ്ടിലിരുത്തും. ഫ്രണ്ടിൽ ഇങ്ങനെ കിടത്തിയിട്ടാണ് ഒരു യാത്ര ചെയ്യല് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയുള്ള മോളാണ് ഞാൻ. മഴ പെയ്യണുണ്ടോ? അടിപൊളി വ്യൂ ഗൈസ്. നോക്കടാ എന്താ വ്യൂ. ഇതിലിപ്പോ മുതലുണ്ട് എന്നാണ് അവിടെ എഴുതി വെച്ചത്. എന്നെ കാണുമ്പോ ഓർന്ന് വരുമോ. ഹാപ്പി ഹാപ്പി ഹാപ്പി. ഈ മൊമെന്റ്സ് ഒക്കെ പ്രസന്റിൽ ജീവിക്കാന്നേ പറയല്ലേ. ഇറ്റ്സ് എ പ്രസന്റ്. വൗ, എന്താ വ്യൂ കണ്ടോ, എന്താ വ്യൂ. ഏ ചൂരുണ്ടോ? ആനന്റെ ചൂരുണ്ട്. ഇവിടെ കയറി പോയണോന്നുണ്ട് കണ്ടോ. ഇവിടെ കേറിയാണേ. അപ്പൊ ഫ്രഷ് വീണ്ടോണല്ലോ. ഇവിടെ ഉണ്ടാവുന്ന ആന കാട്ടിലെവിടെങ്കിലും. അപ്പൊ ഞാനെന്താ പറഞ്ഞെന്ന് വെച്ചാല്, ഓക്കെ അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ പറഞ്ഞ് 2017 അപ്പൊ അങ്ങനെയുള്ളൊരു മോളാണ് എൻ്റെ പപ്പ. എൻ്റെ ഉപ്പച്ചി എന്ത് ചെയ്യും, അതെ എൻ്റെ ഉപ്പച്ചി എല്ലോ യാത്ര പോകുന്ന ആളാണ്. യാത്ര ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അത് അതിനിപ്പോ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോവാണെങ്കിൽ കൂടിയിട്ടും ഫാമിലി എല്ലാവരും കൂടെ പോകണം, അങ്ങനെ ഒരു സിസ്റ്റമാണ് പപ്പ. അപ്പം അങ്ങനെ ശീലിച്ചതുകൊണ്ടായിരിക്കും ഫസ്റ്റ് ഡേ എൻ്റെ യാത്ര ബുള്ളറ്റിൽ ആയിരുന്നു. ചെറുപ്പത്തിലെ പണ്ടെടുത്ത് ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബുള്ളറ്റിലായിരുന്നു ഞാനും വെച്ച് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ കിടത്തലാണെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോഴും എനിക്ക് വലിയ ആഗ്രഹം ബുള്ളറ്റ്. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ ലൈഫ് പാർട്ണറായിട്ടുള്ള ഈ തക്കുടൂര് എടുക്കുന്നത്. 2018 ഞങ്ങള് ഇതെടുക്കുന്നത്. അന്ന് മുതലേ എന്റെ കല്യാണം നടത്തിയ പറഞ്ഞ ആ സംഭവങ്ങളുണ്ടല്ലോ. അപ്പം അത് ആള് ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ പോകുന്നല്ലാണ്ട് സോളോ ട്രിപ്പ് കാര്യങ്ങളൊന്നും പോകാറില്ല. ആള് ബൈക്ക് എടുക്കണത് ഫ്രണ്ടിന്റെ ബൈക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫസ്റ്റിലുണ്ടായിരുന്നത്. ബൈക്ക് എടുത്തില്ല. അല്ലെ ഫ്രണ്ടിന്റെ ബൈക്ക് അല്ലേന്നോ? ബൈക്ക് ജാസിന്റെ ബൈക്ക് പഠിച്ചു. അതെ അതെ അതെ. അത് പഠിച്ചിട്ട് ആകെ 2 ദിവസം ഓടിയിട്ടുള്ളൂ. ഞങ്ങളെ വീട്ടിക്ക് നമ്മളെ എടന്നപ്പാറ അങ്ങോട്ട് ഒരിക്കൽ കൊണ്ടുപോയി. പിന്നെ പഠിച്ചില്ലേ, പിന്നെ എനിക്ക് താല്പര്യമില്ല, അങ്ങനെ ഞാൻ എടുത്തില്ല. നമ്മളെ ഇതിലങ്ങനെ ബസ്സിന് ഓട്ടത്തിൽ അങ്ങനെ പോകും. പിന്നെ അങ്ങാടിക്കാരോ സുഹൃത്തുക്കളുണ്ടാവും, അപ്പോൾ ഓരോ വണ്ടി ഉണ്ടാവും, ഓരോ വണ്ടിമ്മ കയറും. വണ്ടി ഓട്ടാൻ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളല്ലേ. അത് ഞാനും കൊണ്ട് മാറ്റി. കാരണം ഞാനേ അതേ ഇൻട്രസ്റ്റ് ഉള്ളായിരുന്നു. അങ്ങനെ അല്ല, പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ പോണെങ്കിൽ ഓട്ടോയിൽ പോകാൻ നടക്കണ പരിപാടി. അതെ, അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും ആവശ്യമായി.
എടുക്കണം എന്നുള്ളത്. അപ്പൊ നമ്മളെ സുഹൃത്തിന്റെ ഒരു വണ്ടി ഉണ്ടായിനി, ഓന് കരയില് നിർത്തിയിട്ട വണ്ടി. അങ്ങനെ അത് ഞാൻ രണ്ട് മാസം അല്ലേ, 2 മാസം കല്യാണം കഴിഞ്ഞാണ്ടല്ലേ, ഒരു 6 മാസം അത് ഓട്ടി. പിന്നെ അത് കഴിഞ്ഞാണ്ട് നമ്മളെ അമ്മാന്റെ വണ്ടി പൾസർ റെഡ്, ആള് ഗൾഫിൽ പോയപ്പോ അതും ഒരു 6 മാസം ഓട്ടി അല്ലേ, 6 മാസം. അതെ, അത് മീൻസ് 2017 മാരേജ് കഴിഞ്ഞ്, അതായത് നവംബറിൽ മാരേജ് കഴിഞ്ഞ് പിന്നെ ഇത് എടുക്കുന്ന ടൈം വരെയുള്ള എന്താ പറഞ്ഞത്, ഇത് എടുക്കുന്ന സമയത്ത് ആ പൾസർ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. ഉണ്ട്. ആ പൾസർ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യില്. പിന്നെ നമ്മള് ഉണ്ടോ വാട്ടർ വ്യൂ ഇങ്ങനെ ഓരോ സ്ഥലത്താട്ടോ മഴ. ഇവിടെ അത്യാവശ്യം നല്ല മഴ ഉണ്ട്. ഇവിടെ കാനകള് ആന ഇറങ്ങണേ രാത്രി ഉണ്ടാവും ഇവിടൊക്കെ. തരാന്നാ തോന്നുന്നത്. അങ്ങനെ അതോടൊക്കെ അത് അങ്ങനെ നമ്മള് എന്താ പറയാ, ബൈക്ക് എടുത്ത് 2018 ലാസ്റ്റ്, 19 അല്ലേ, 18 ലാസ്റ്റ്, 2019. അങ്ങനെ ഈ ബുള്ളറ്റ് അതുവരെ ഞാൻ ബുള്ളറ്റൊന്നും ഓടിയിട്ടില്ല കേട്ടോ. ആകെ ആ 2 വണ്ടി, പിന്നെ ഗ്യാസിന്റെ ഒരു വണ്ടി, ഗ്യാസിന്റെ ഒരു അത് അതിനാണ് പഠിച്ചത്. നേരിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പഠിച്ചു ചോദിച്ചാ പഠിച്ച് അത്ര തന്നെ, അല്ല എക്സ്പീരിയൻസ് ആയിട്ടില്ല. പിന്നെ മറ്റേ വണ്ടി, പിന്നെ ഒരു ധൈര്യമാണ്, എവിടെയും പോയിട്ട് അടിച്ചില്ല എന്നുള്ള, തള്ളിയിടൂല എന്നുള്ള ധൈര്യം. നല്ല ഹൈറ്റ് ഇല്ല, പ്രധാന കാരണം 6 അടിന്റെ 6 അടി, 6 അടി തന്നെ. അങ്ങനെ നമ്മളെ ചെറുപ്പത്തിൽ പശു ഉണ്ടായിരുന്നു. അല്ല, ഈ പശുവിന്റെ ചൂരി ഒരു വേറെ, അതായത് ആടിന്റെ ചൂരി വേറൊരു കുഴപ്പത്തിലാണ്. ആനൻ്റെത് ഒന്നും കൂടി നല്ലൊരു സ്മെല്ലാണ്. ഏറ്റവും നമ്മളിപ്പോ പശുവിന്റെ അങ്ങനെ മണക്കൂല, ആട് ഭയങ്കര സ്മെല്ലാ. ഈ ആടിനേക്കാട്ടിലും ചൂരാണ് ആനയ്ക്ക്. പശുവിന്റെ അത്ര ഇല്ല. അപ്പൊ പോയിട്ടും വന്നിട്ടും നമ്മളവിടെ എത്തി. വണ്ടി 2018 ലാസ്റ്റില് എടുത്തു. അതിനുശേഷം ഞങ്ങള് അങ്ങനെ അന്നാണ് ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നത്, ബുള്ളറ്റ്. അതിന് ശേഷം ഞങ്ങള് ഫസ്റ്റ് അങ്ങട്ടാ ഊട്ടി. മൈസൂർ ഇതിന് പോയില്ലേ, മൈസൂർ പോയി. ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. 8-9 വർഷമായല്ലോ, 8 വർഷത്തിൽ നമ്മള് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റിലൊക്കെ പെച്ചിന്റെ കൂടെ പോകുമ്പോ നമുക്കൊന്നും ബോധേടാവേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇന്നോട്ട് ഫസ്റ്റ് ഓലെ കൂടെ പോയത് അങ്ങനെ പോവാം. ഓല് കാറിലും ഞങ്ങൾ ബൈക്കിലും. നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ ഓല് നല്ല പിടുത്തം പിടിക്കുകയും ചെയ്യും. അതെ, ഞങ്ങൾ പിന്നെ വണ്ടി നമ്പറൊക്കെ നോക്കിയാണ്ട്, കളറ് പല വണ്ടി ഉണ്ടാവില്ല, അപ്പൊ നമ്മള് വണ്ടി നമ്പർ നോക്കി മേടിച്ച് അങ്ങനെ വണ്ടിനെ അങ്ങോട്ട് വിടും. അങ്ങനെ അത് വേറൊരു വൈബ്. അതേപോലെ വയനാട് അറിയൂല എപ്പോഴും ഞങ്ങളുടെ ഒരുപാട് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ അത് തവണ പോകുന്നുണ്ടെങ്കിലും കൂട്ടിന് ഞാൻ ബോധേടല്ല. കാരണം കൂട്ടി വരുമ്പോഴപ്പം മനപ്പാടാക്കേണ്ടത് ആവശ്യമില്ല. ഞാൻ ചിലപ്പോൾ എന്താ പറയാ അങ്ങനെ കിടന്നോ അല്ലെങ്കിൽ അങ്ങനെ ബോധേടാവില്ല.
ആവശ്യമില്ലല്ലോ. കിളിയൊക്കെ ഇതാ പാറി പോണ്. അങ്ങനെയാണ്. പക്ഷെ അറിയായിരുന്നു ഇങ്ങനെ പോയാൽ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനത്തെ സ്ഥലമുണ്ട്, അതിങ്ങനെ അതിന് കുറച്ച് പ്രാവശ്യം പോയാൽ എനിക്ക് കിട്ടും. പക്ഷെ അന്നൊക്കെ ഞാൻ ഇപ്പൊ കുട്ടിയായിരുന്ന സമയത്താണ് ഞാൻ പറയുന്നത്, പലരും പോകുന്ന സമയത്ത് നമ്മൾ ഒന്നിനെ കുറിച്ച് നമുക്ക് അറിയാവേണ്ട ആവശ്യമില്ലല്ലോ, ഒക്കെ കുറിച്ച് നോക്കുമല്ലോ. അതുകൊണ്ട് ഈ റൂട്ടൊന്നും ഞങ്ങൾ നോക്കി വെച്ചിട്ടൊന്നുമില്ല, ഞാൻ എല്ലാം നോക്കി വെച്ചിട്ടൊന്നുമില്ല. കൈ തന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു. അതെ പോലെ ബസ്സിലെ ഗ്യാങ്ങായിട്ട് പോവാം, അല്ലെങ്കിൽ പിന്നെ നമ്മളെ പോളിസിയില്ലേ, പോളിസി ഇന്നോവ, അന്ന് ഇന്നോവ പറഞ്ഞ കാലഘട്ടത്തിൽ പോളിസിയിലും പോയി. കുറവാണ്. ബൈക്ക് റൈഡ് ഇല്ല, ബൈക്ക് റൈഡ് ഞങ്ങൾ പോയിട്ടേ ഇല്ല. അതെ അതാ പറഞ്ഞത്. നമ്മൾ പിന്നെ ബൈക്കിൽ പോകുമ്പോഴാണ് ഞങ്ങള് പോണ ഡ്രൈവർമാരുണ്ടാവും. ഞങ്ങളൊരു വണ്ടി കൂടെ വിളിക്കും, ഇത്ര ദിവസത്തിന് പറഞ്ഞാണ്ട് എത്ര ബഡ്ജറ്റ്, ഓരോരുത്തർ ഇത്ര ബഡ്ജറ്റ് പറഞ്ഞിട്ട് ഒരു 3 ദിവസം 4 ദിവസം ഞങ്ങൾ അങ്ങനെ പോകും. അങ്ങനെ മൈസൂർ പോയിന്, പിന്നെ അവിടെ എറണാകുളം പോയിന്, ഇവിടെ ചെന്നൈ പോയിന്, അങ്ങനെ പലയിടത്തും പോയിന്. പക്ഷെ അതൊക്കെ എങ്ങനെ പോയത് വെച്ചാല് അതൊന്നും നമ്മളൊന്നും നോക്കണില്ല, നേരെ വണ്ടിയിലാണ്ട് ഇരിക്കുക, ആ സ്ഥലത്ത് എത്തുക, ഇറങ്ങുക, ഭയങ്കര എൻജോയ്മെന്റ് പറഞ്ഞാല് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്താക്കില്ല, റൂട്ട് അറിയില്ലായിരുന്നു. എന്താ സ്ഥലങ്ങള്, മാഷാ അല്ലാഹ്. ഇതൊന്നും കണ്ടില്ലാതെ ഞാന് വീട്ടിലിരുന്നിട്ട് എന്താ അവിടെ എന്താ ഷെഡ് കെട്ടിട്ട് ആൾക്കാരുണ്ട്, എന്താവോ റോഡ് നോക്കാം, അങ്ങോട്ട് പോയിരിക്കണം. എന്നാലും എനിക്ക് മനസ്സിലായില്ല അവിടെ എന്തോ ഒരു അങ്ങനെ ഇരിക്കണേ. എന്നിട്ട് നിർത്ത് മോനെ, എനിക്ക് എല്ലാവരും എന്താ എഴുതിയൂടെ. ഒന്നൊരു മുന്നിക്കിടക്ക്. പുഴയിൽ ഇറങ്ങുന്നത് ശിക്ഷാർഹം. പോയോക്കട്ടെ. നോ പാർക്കിംഗ് ആണ്, നോ പാർക്കിംഗ്. ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കണ്ടിട്ട് നമുക്ക് കയറാട്ടോ. എന്താ എന്താ മോനെ, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇതൊക്കെ നോക്കാം. അവിടെ ഒരു വീടുണ്ട് കണ്ടോ. കാറ്റ് ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെയൊക്കെ വെള്ളം വരുന്നത്. അവിടെ കണ്ടില്ലേ, മഴ പെയ്യുന്നു. നമ്മളിപ്പോ എന്താ പറഞ്ഞേ, കോടൊക്കെ ഇറങ്ങണ്ടോ തോന്നുന്നുണ്ട്. എന്തോ ചാലക്കുടിയത്തെ കൊട്ടം വെയിലൊക്കെ ഇവിടെ നമ്മള് തീർത്തിട്ടുണ്ട്. എന്നാലും അവിടുന്ന് എന്താ എന്ത് നമ്മൾ പറഞ്ഞോണ്ട് തീന്നെ ഒക്കെ മറന്നുപോയി. വണ്ടിയിലുണ്ട്. ഇറങ്ങാൻ പറ്റില്ല അതിൻ്റെ അറിയുന്നത്.
പാടന്റെ ഓരോ ഷീറ്റുകൾ. ഫ്രണ്ട് വ്യൂ വെച്ചോ, ഫ്രണ്ട് വ്യൂ വെച്ചോ. തവളാച്ചിന്റെ സൗണ്ട്. അപ്പം നമ്മൾ പറഞ്ഞോണ്ടത് എന്താന്നോ, അണ്ണാൻ പോണണ്ട ഈ കയറിയാണ്ട് എന്താ പറയാ, നമ്മളിപ്പോ എന്താ പറഞ്ഞോണ്ടെന്നോ, നിങ്ങള് ഇങ്ങനെ ബൈക്കിൽ പോയിട്ടില്ല. ബൈക്കിന് പോയിട്ടില്ല. അപ്പൊ അങ്ങനെയായിരുന്നു പോയിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് റൂട്ട് അറിയൂല. അത് അവിടെയാണ് അറിയാം, പക്ഷെ അതെ അതെ നമ്മള് ഇതില് നോക്കി ഗൂഗിളിൽ നോക്കി പോകും. അങ്ങനെ ഞങ്ങൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഗൂഗിളിൽ നോക്കിയിട്ട് പോയി. അതെ, അത് ഗൂഗിൾ എന്താന്നോ ചെറിയ പോക്കറ്റ് റോഡൊക്കെ കാണിച്ചു തരുമ്പോ നമുക്ക് ഇത് അറിയില്ലല്ലോ. അതെ, നമ്മൾ അതിലൂടെ പോകും. ഒരു പറഞ്ഞത് നമ്മള് അതന്നെ ആയിരിക്കുമല്ലോ നേരെ പോയാ മതി. അതെ, അത് നമുക്ക് അറിയണ്ടേ. പോയി നമ്മള് ഫസ്റ്റ് ആയിട്ടൊരു വയനാട് ട്രിപ്പ് പോയി. അങ്ങനെ ഞങ്ങൾ പോയി ഗൂഗിൾ മാപ്പിൽ അങ്ങനെ പോക്കറ്റ് റോഡ് പോലെ ഏറ്റവും ഈസിയസ്റ്റ് വേ ആണ് കാണിക്കുക. അതിലൂടെ ഒക്കെ കേറി എന്റെ അഭിപ്രായത്തിൽ ഓരോ വീടിന്റെ മുറ്റത്തൂടൊക്കെ പോയി. പക്ഷെ ഭയങ്കര ഇതേമാതിരിയ സ്ഥലം. അതെ നമ്മള് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. അതെ, അന്നിപ്പോ അങ്ങനത്തെ ഞങ്ങള് വീഡിയോയിലൊന്നും അറിയില്ല. അതെ, ഇതേപോലെ എന്തൊരു ഭംഗിയുള്ള സ്ഥലത്തൂടെയെന്നോ. അന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു റിഗ്രറ്റ്. ഇനി ഒരിക്കലും എനിക്കറിയാം, ഇനി ഒരിക്കലും ഞാൻ ഇതിലൂടെ വരില്ല. കാരണം എന്താ, ഇതിലൂടെ ഇനി തിരിച്ചു വരാൻ അറിയണ്ടേ. ഗൂഗിൾ കാണിക്കണടത്തൂടെ പോവല്ലേ. അതെന്ന് പറഞ്ഞാല് എന്ത് രസമുള്ള സ്ഥലങ്ങളായിരുന്നു. എവിടെയാണ് വയനാട്ടിലേക്കാണ് ഞങ്ങള് ലൊക്കേഷൻ ഇട്ടത്. പക്ഷെ പല പോക്കറ്റ് റോഡും കാണിച്ചു തന്നെ, പല വഴി കൂടെ പല എന്ത് ഭംഗിയുള്ള വ്യൂ. കൊറേ നമ്മളൊരു പുതിയ റോഡാണ് ഉണ്ടാക്കുന്ന റോഡല്ലേ, വലിയ ഏതാണെന്ന് എനിക്കും അറിയില്ല. അതെ അതെ, അറിയില്ല. അങ്ങനെ ഇപ്പൊ ചോദിക്കും, ഈ റോഡ് കൂടെ ഞങ്ങൾ പോയിരുന്നത്, ആ റോഡ് കൂടെയാണോ? ആർക്കറിയാം, ഞങ്ങൾക്ക് അറിയണ്ടേ. അപ്പൊ അങ്ങനെ ആവും, അറിയൂല. അങ്ങനെ ഇപ്പൊ എന്തായാലും ഗൂഗിളിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ പഠിച്ചതുകൊണ്ട് ഇപ്പൊ വിഷയമുള്ള കാര്യമില്ല. എന്താക്കും, ഇറങ്ങുമ്പോ തന്നെ അന്നും തന്നെയാണ് ഫുൾ ടാങ്ക് എണ്ണ ഉണ്ടാക്കും. അത് നമ്മൾക്ക് തോന്നാം, നമ്മള് എന്താ പറയാ, മെഷർ ചെയ്യും, മീൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പം ഇത്ര കിലോമീറ്ററിന് ഇത്ര കിട്ടും എന്നുള്ളതൊക്കെ ഓൾറെഡി മെഷർ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഞങ്ങള് മൂവ് ചെയ്യും. അന്ന് അങ്ങനല്ലേ, അന്ന് ഭയങ്കര പേടിയാണ്. അതെ, ഇനിയിപ്പോ എവിടെയെങ്കിലും കിലോമീറ്റർ ഓടി, എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും, പത്തോനെ കാട്ടുമുക്കിൽ നിൽക്കുവോ രാത്രി? അന്ന് അങ്ങനെയൊന്നുമില്ല. നമ്മളൊറ്റ എന്താ പറയാ, സത്യം പറയണെങ്കിൽ അന്നേന്നു നമുക്ക് ഒറ്റ മൈൻഡ് അല്ലേ, ഒന്നും അറിയാതെ ഇറങ്ങി തിരിക്കുക. അതെ, ഞങ്ങൾ യാത്ര ഫുള്ള് രാത്രിയിലാട്ടോ. അതെ അതെ അതെ, ഞങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ട് യാത്ര രാത്രിയിലാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം ചൂട് വിഷയം പക്ഷേങ്കില് ഇപ്പം വിഷയമില്ല. ഇപ്പൊ നമ്മൾ അതിനായിട്ട് എന്താ പറയാ ആയിപ്പോയി. പക്ഷെ എന്നാലും നമ്മൾ അധികം നമ്മൾ ചൂസ് ചെയ്യല് രാത്രി പോവാന്നുള്ളതാണ്. രാത്രി പെട്ടതൊക്കെ കിട്ടും, ഒരുപാട് അനുഭവങ്ങൾ. നമ്മളൊരിക്കൽ കായംകുളം പോയി. അതെ അതെ, പോകോടെ. അത് ഈ ഇതിലെന്നെ നമ്മള് അന്ന് ഈ പറഞ്ഞ അതിൽ ഒറ്റ മൈൻഡിൽ പിടിച്ചതാ. എന്നിട്ട് എന്താന്ന് വെച്ചാല് ഒറ്റ ദിവസം കൊണ്ട് കായംകുളം പോയി തിരിച്ച് വരികയാണ്. അത് എവിടെ, പട്ടാമ്പിയിലെത്തിയപ്പോ, മുമ്പത്തെ ടയർ പഞ്ചർ. അതെ, അവിടെ ഭയങ്കര ഗട്ടർ ഉണ്ടായിരുന്നു. ഫുള്ള് റോഡ് മൊത്തം ഗട്ടർ. മഴക്കാലത്ത് ഒരു മഴ ടൈമിലാണ്. രാവിലെ സുബൈക്ക് വിട്ട് നമ്മള് കായംകുളം എത്തുന്ന നമ്മള് ഉച്ചക്ക് 2 മണിക്കാ. ഉച്ചക്ക് 2 മണിക്കോ 12 മണിക്കോ 12 മണിക്ക്. പിന്നെ നമ്മളൊരാളെ സുഹൃത്തിനെ കാണാനുള്ളത് കണ്ട്, പിന്നെ നമ്മളവിടെ കായംകുളം ഇവിടൊക്കെ പോയി. കായംകുളത്ത് അവിടെ നമ്മളൊരു അതെവിടെയാണ് കഴിഞ്ഞ് പറയുന്നത് ഓർമ്മയില്ലേ? കോട്ടയം പോയതല്ല, കോട്ടയല്ലേ, കായംകുളം പോയതാ. ഓക്കെ, അങ്ങനെ അതൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങള് അവിടുന്ന് രാത്രി 4 മണിക്കാണ് അവിടെ ഇങ്ങോട്ട് പുറപ്പെടുന്നത്. നമ്മളെ
നമ്മളിവിടെ എത്തി തൃശ്ശൂര് കഴിഞ്ഞ് ഇവിടെ നമ്മളെത്താക്കി പറഞ്ഞ സ്ഥലത്തെത്താനായി. എന്താണ് അതിന്റെ പേര്? പട്ടാമ്പി. പട്ടാമ്പിന്റെ ഒരു 5 കിലോമീറ്റർ ഉള്ളോട്ട്. പട്ടാമ്പിയിലെത്തണേ പിന്നെ ഒരു 5 അവിടെ അങ്ങാടി എത്തണമെങ്കിൽ വീണ്ടും ടൈം എടുക്കും. അതില് രാത്രി പെരുമഴ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് മഴ എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത അത്രയും നല്ല മഴ, ഭയങ്കര മഴ. അതെ, നിക്കണ്ടേ. അങ്ങനെ ഞങ്ങള് കൊറേ കേറി നിന്ന്. അത് രാത്രി നട്ട പാതിരക്ക് ആ റോഡിനാണെങ്കിൽ ഒരേറ്റ വണ്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് ഈ പറഞ്ഞ ഗട്ടറില് പോകുന്ന സമയത്ത് പറഞ്ഞാല് ഫുള്ള് വെള്ളമായാണ്ട് കുണ്ടുകുഴിയാണ്. അതെ, വലിയ വലിയ കുണ്ടാണ്. നേരെ രാത്രിയല്ലേ, അതിക്ക് പോയാണ്ട് ചാടി. അങ്ങനെ ടയറ് പഞ്ചറായി. ടയറ് ഒരു വലിയൊരു സ്ക്രൂ കുടുങ്ങിയാണ്ട് പഞ്ചറായി. അങ്ങനെ പഞ്ചറായത് പറഞ്ഞിട്ടില്ല, മഴയല്ലേ. പിന്നെ അങ്ങനെ പോയി. പിന്നെ വണ്ടി നീങ്ങാതായി. കാരണം അത് കല്ലിൽ കൂടെ ഇപ്പൊ വണ്ടി നീങ്ങണില്ല. അങ്ങനെ ചൂടുവെള്ളം വന്നിട്ട് തണുത്തല്ല എല്ലാവർക്കും വണ്ടിമത്തതാണ്, വണ്ടി ചൂടായിട്ടാ. അങ്ങനെ ടയറ് പഞ്ചറായി. രാത്രി 1 മണിയാവും ആ സമയല്ലേ, 1 മണിക്കേറ്റാണ്. അങ്ങനെ പിന്നെ 2-3 കിലോമീറ്റർ വണ്ടി തള്ളി. കാരണം അതേമാതിരി കൊണ്ട് ഇത്ര ഭയങ്കര എന്താ പറയാ, ഇരുട്ടും റോഡ് ഫുള്ള് കാലിയായിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളൊരു പള്ളിന്റെ അവിടെ നിൽക്കണേ. അതെ, റൂമുമില്ല, ഒരു പള്ളിയുണ്ട്, ആളുകളുമില്ല. പള്ളി കണ്ടു, ആ പള്ളി തന്നെ അടച്ചിട്ടൊക്കെയായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ കുറെ കുത്തിരുന്ന് ആയാലല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ കഴിയും. അങ്ങനെ പിന്നെ നമ്മൾ വണ്ടി അവിടെ വെച്ചാണ്. അവിടെ പെരുമഴ. അപ്പൊ വണ്ടി അവിടെ വെച്ചാണ്ട് ഞങ്ങള് നമുക്ക് പട്ടാമ്പിയിൽ പോയാണ്ട് റൂം എടുത്താൽ രാവിലെ വരാം. എന്തായാലും വണ്ടി നന്നാക്കണമെങ്കിൽ 9-10 ആവും. മണിക്കൂറുകൾ അവിടെ നിൽക്കണം. അങ്ങനെ ഞങ്ങള് എന്തായി, രാവിലെ ആക്കി പറഞ്ഞാൽ ഞങ്ങള് ബസ്സിന് കൈയാട്ടി. അവിടെ ഇട്ടിട്ട് അങ്ങാടി കണ്ടാലും നമുക്ക് അവിടെ പോയിട്ടൊന്നും തന്നെ ഇഷ്ടമല്ലോ. ഒരു വണ്ടി ഇല്ല, ഓട്ടോ ഇല്ല, പിന്നെ ബൈക്ക് വരണേ ഇല്ല. അല്ലെങ്കിൽ അവിടെ ലിഫ്റ്റൊക്കെ ചോദിച്ചാൽ ചോദിക്കുന്നു, ഒന്നുമില്ല. അങ്ങനെ പിന്നെ നമുക്ക് വണ്ടി കിട്ടി. നമ്മള് കൊറേ പിന്നെ നമ്മള് കുറച്ചുകൂടെ നടന്നു, താഴേക്ക് നടന്നു. ഒരു 3 മണി ഉറക്കം എന്ന് പറഞ്ഞാല് തണുത്തിട്ട് മഴ കൊണ്ട് തണുത്ത് വിറച്ച് നിക്ക. ഉറക്കിന്റെ ക്ഷീണോ എല്ലാം കൂടി. അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യുക, നടക്കാം. വണ്ടി അവിടെ നിന്നോട്ടെ. വണ്ടി നമുക്ക് ഇപ്പൊ എന്തായാലും നമ്മൾ വർഷോപാരണം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് പട്ടാമ്പി അങ്ങാടിയിലെത്തണം. അപ്പൊ നമ്മൾ പട്ടാമ്പിക്ക് നടക്കുകയാണ്. അങ്ങനെ ഒരു 3:30 അല്ലേ, 3:30 ആയപ്പോ നമ്മള് ഞാൻ നടന്നു പോകുമ്പോ ഒരു വണ്ടി വന്ന്, വണ്ടി കയ്യടി നിർത്തിയതോ, വണ്ടി വന്ന് നമ്മളെടുത്ത് നിർത്തി. അല്ലല്ല, നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിട്ട് ടീ ഷോപ്പിക്ക് പോയി. ടീ ഷോപ്പില് അപ്പൊ ഇങ്ങനെ അന്വേഷിച്ചങ്ങൾ എവിടുന്നാണ് ഇങ്ങനെ അന്വേഷിച്ചത് ഇങ്ങനെ കുടുങ്ങി കിടക്കാണ്. എന്നാല് നമ്മ കൊറേ കണ്ട് താഴേക്ക് വന്നല്ലോ. അപ്പം 4 ആ ടൈമിലാണ്, 4 മണിയാണ്. നമ്മളെപ്പോ കുടുങ്ങിയിട്ടുണ്ടാവും? ഓൾമോസ്റ്റ് ഒരു 12-1 മണി ആ ടൈമിലായാലും അവിടെ കുടുങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ പിന്നെ താഴേക്ക് ഇറങ്ങണത് ഒരു 3 മണി ആ ലെവലിലാണ്. അതുവരെ നമ്മൾ അവിടെ ഇരുന്ന് കുറെ ഇരിക്കും, കുറെ നിൽക്കും, കുറെ നടക്കും. അങ്ങനെ കുറെ വണ്ടിക്കൊക്കെ കൈയാട്ടി ഒന്നും നിന്നില്ല. അങ്ങനെയാണ് പിന്നെ നമ്മൾ താഴേക്ക് പോരുന്നത്. അങ്ങനെ താഴേക്ക് വന്ന് നമുക്ക് ഒരു ചായ കുടിക്കാന്ന് വെച്ചിട്ട് രാവിലെ എന്താ ഇനിയിപ്പോ എന്ത്, പിന്നെ ഇനി ഒരു വർക്ക്ഷോപ്പ് ആവട്ടെ, ഇനിയിപ്പോ എന്ത് ആവണമെങ്കിലും രാവിലെ ആവണല്ലോ, 10 എന്തായാലും ആവണം. അപ്പൊ അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയപ്പോ അവിടെ ഒരു ചോദിച്ചു, ആ ടീ ഷോപ്പിട്ട് ആൾക്കാർ ചോദിച്ചു ഞങ്ങൾ എവിടുന്ന എന്താ. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടേക്ക് ടീ കുടിക്കാൻ വന്നത് ഒരു മീൻവണ്ടി ഉണ്ടല്ലോ, ആ മീൻവണ്ടിന്റെ കാറ്റ്. നല്ല കുടം. മീൻവണ്ടിത്തെ കാക്ക ഒരു നമ്മൾ സംസാരിക്കണ കേട്ടപ്പോ നമ്മള്, അപ്പൊ ആള് പറഞ്ഞേ
റൂം അപ്പൊ ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ അവര് പറഞ്ഞപ്പോ ഒരു പറഞ്ഞ താഴെ റൂം ഉണ്ടാവും, അങ്ങാടിയില് റൂം ഉണ്ടാവും, അങ്ങാടിയില് സ്റ്റാൻഡില് ആ ഭാഗത്ത് റൂം ഉണ്ടാവും. വണ്ടിയിൽ കയറാവുന്ന പിന്നെ അവിടെ ഒരു 3 കിലോമീറ്റർ പോവാണ്ട് അടിപൊളി കോളേജ് കൂടെ പോകണം. പിന്നെ ആ കാസർഗോഡ് പട്ടാമ്പിക്ക് പോകാനും 3 കിലോമീറ്റർ ഉണ്ട് അല്ലേ? 3 കിലോമീറ്റർ ഉണ്ട്. ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കില് നിങ്ങള് ഈ വണ്ടിയല്ലേ ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കില് നിങ്ങള് നമ്മുടെ വണ്ടിയിൽ കയറിക്കൂടി നിങ്ങളെ ഞാൻ അവിടെ നിർത്തി വിടാതെ പറഞ്ഞു. ഇവിടെ അന്വേഷിച്ച് നിർത്തി വിടാതെ പട്ടാമ്പിക്കാ പോണത്. ആള് ഒരു അടുത്താ പോകുന്നത്. നമ്മളതിൽ കയറി അങ്ങനെ അതില് കയറി പട്ടാമ്പി ആള് തന്നെ. പിന്നെ ആദ്യം പോയെടുത്തില്ല അപ്പൊ ആളോടെ നമ്മള് വെയിറ്റ് ചെയ്തിരുന്നത് ആ വണ്ടി തന്നെ പിന്നെയും പോയിട്ട് അടുത്ത സ്ഥലത്ത് പിന്നെ ഓട്ടോസിന്റെ അടുത്ത് നിർത്തിയാണ് ഓട്ടോക്കാരനോട് പറഞ്ഞില്ലേ? ഒരു ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിക്കാണ്ട് അവരോട് പറഞ്ഞു നിങ്ങളെ റൂമുള്ള ഞങ്ങളോട് അറിയുന്ന ആൾക്കാരാവൂലോ, ഒരേ ആൾക്കാരല്ലേ, അപ്പൊ അങ്ങനെ അതിന്റെ വണ്ടിക്കാരല്ലേ അതുപോലെ അങ്ങോട്ട് വരും. അപ്പൊ ഞങ്ങളങ്ങനെ ആ ഓട്ടോയിൽ കയറി ആളെ ഞങ്ങളെ റൂമിലാക്കി ഇതാക്കി. അങ്ങനെ ഞങ്ങള് 5 മണിയാണ് റൂം എടുക്കുമ്പോ അല്ലേ? 5 മണിക്കാണ് ഞങ്ങള് റൂം എടുക്കണേ. അന്ന് ഡ്രസ് ഉണ്ടല്ലേ? വേറെ ഡ്രസ് ഉണ്ട്. അങ്ങനെ നനഞ്ഞെത്തി അവിടെ നമ്മള് നേരെ റൂമിൽ പോയി കടന്നു. ഒറ്റ കടത്തം ഓൾറെഡി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ കടത്തം. പിന്നെ നമ്മള് എണീക്കണ 9 മണിക്കാ അല്ലേ? 5 മണിക്കാണ്ട് ഉറങ്ങിയിട്ട് പിന്നെ 9 മണിക്കാണ്. 9 മണിക്ക് എണീറ്റ് റൂമൊക്കെ ചെയ്തു. പിന്നെ നേരെ വണ്ടി വിളിച്ചു ചെയ്താണ്ട് പിന്നെ വർക്ക്ഷോപ്പ് നോക്കിയപ്പോ അവിടെ താഴെ തന്നെ ഉണ്ട്. നമ്മള് വണ്ടി നിർത്തിയതിന്റെ കുറച്ച് താഴോട്ട് തന്നെ വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പൊ അങ്ങോട്ട് വണ്ടി കൊണ്ടുവന്ന് ഒരു പണിയാണ്. അതെ, ആ വർക്ക്ഷോപ്പ് വണ്ടി അലയിലുണ്ടായണ്ട്. നമ്മളെ പിന്നെ ബ്രേക്ക് ABS അല്ലേ? ABSന്റെ ബ്രേക്കാണല്ലോ. അപ്പൊ ഓൽക്കിത് നന്നാക്കാൻ അറിയില്ല. സത്യം പറഞ്ഞാൽ ഇത് നന്നാക്കാൻ അറിയില്ല. പക്ഷെ ടയർ അയച്ചിട്ട് കുടുക്കാൻ കഴിയുന്നില്ല ABS ഉണ്ടായിട്ട്. അങ്ങനെ ഞാനും കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ടയറൊക്കെ പഞ്ചർ അടിച്ച് ഇട്ടു ആ കിടക്കിന്. ഇതിന്റെ ബ്രേക്കിന്റെ ഒരു ഹെയർ പിന്നെ പമ്പിട്ടുണ്ട്, വയറിന്റെ ചെറിയ വയറാ ഹെയർ പോണേ. ആ വയറൊലി തട്ടി പിന്നെ സ്ക്രൂ ഡ്രൈവർ ഇട്ടായിട്ട് പൊക്കിയപ്പോ അയിമലിട്ട് പൊക്കി അത് കട്ടായി. ഞങ്ങളൊന്ന് വണ്ടി ഇട്ട് വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. നമുക്ക് ഇവിടെ കൊണ്ടോട്ടി എത്തണം. ആലോചിച്ച് നോക്കിയാണ് ബ്രേക്ക്, വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. എന്താ കാട്ടിന്റെ നിൽക്കില്ല. നമ്മളൊരൊറ്റ ദിവസത്തിന് പോകാനാണ് കാരോടും പറഞ്ഞിട്ടില്ല. എവിടെയാണെന്ന് നോക്കി അറിയില്ല. ആരോടും പറഞ്ഞിട്ടില്ല. പോകുന്നറിയാം, പക്ഷെ അതറിയില്ല. ഇപ്പാണെങ്കിൽ റേറ്റും ഇല്ല. അറിയില്ല ഞങ്ങളിപ്പോ ഇവിടെയാണെന്നുള്ളത് ഒരു അറിയുന്നുണ്ടാവും. അങ്ങനെ ഞങ്ങൾ എന്തായി പിന്നെ ബ്രേക്ക് ഇല്ല. ഓനോട് പറഞ്ഞു എന്താ ചെയ്യാച്ചപ്പോ ഓൻ കൈ മാറ്റി. അപ്പൊ പിന്നെ ഓൾക്ക് നന്നാക്കാൻ അറിയില്ല. ആ സാധനമാണെങ്കിൽ എവിടെ ഉണ്ടാവില്ല. ഇങ്ങനെ ഷോറൂമിൽ പോവാം. ഷോറൂമിൽ പോയാലാണ് കിട്ടുള്ളൂ. പട്ടാമ്പി ഷോറൂമുണ്ട്. അവിടെ ഒരാഴ്ച കഴിയണം എത്തണമെങ്കിൽ, പാർട്സ് എത്തണമെങ്കിൽ. അവിടെ ഇല്ല, ഒരു ഓർഡർ ചെയ്തിട്ട് കിട്ടുള്ളൂ. ഒരാഴ്ച കഴിയണം. നമ്മൾ 2 ദിവസം 2 ദിവസമൊന്നുമല്ല, ഒരാഴ്ച വണ്ടി നിർത്തണം പറഞ്ഞു. അപ്പൊ നമ്മളത് ഇങ്ങനെ ആക്കി ലാസ്റ്റ് നിവർത്തികേട്. ഞങ്ങള് ഒന്നും നോക്കി 2 കൽപ്പിച്ച് വണ്ടി ഇട്ട് പോന്ന് 2 ബ്രേക്ക് മാത്രം. ഫ്രണ്ട് ബ്രേക്കില് നമ്മളിപ്പോ ഉണ്ടായിരുന്ന വണ്ടിയുള്ളത് കേട്ടോ. നമ്മളെ ഫ്രണ്ട് പോകുന്ന വണ്ടി ഞങ്ങള് ഇപ്പൊ നല്ല മഴ കേട്ടോ.
ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ നല്ല മഴയാണ്. എന്റെ അച്ഛടുത്താ നല്ല മഴയാണ്. നല്ല മഴ. പക്ഷെ അതിനൊരു രസമുണ്ട് പറഞ്ഞില്ലേ. നമ്മളിങ്ങനെ തന്നെയാണ് ഇതാവില്ല, മഴ കൊള്ളരുത് വിചാരിച്ചിട്ട് എന്താ ചെയ്യാ. റെയിൻകോട്ട് ഉണ്ട്, നമുക്കറിയാം മഴ പെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയായിരുന്നു. റെയിൻകോട്ട് ഇടേണ്ടി വരും. പാൻറ്റൊക്കെ നനഞ്ഞിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പിന്നെയും അങ്ങനെ ഞങ്ങള് വണ്ടി എടുത്തു. ഫ്രണ്ട് ബ്രേക്കുമ്പോൾ മാത്രം ഇതേമാതിരി ഒരു 40 സ്പീഡില്ല, ഇതേമാതിരി 30-40 സ്പീഡിലാണ് പോയത്. ഇപ്പൊ സംസാരിക്കണോട്ടോ എങ്ങനെ പോണത്. അങ്ങനെ ഞങ്ങൾ ഏതായാലും നാട്ടിലെത്തി ഷോറൂമിൽ അന്വേഷിച്ചപ്പോ അടുക്കും നമ്മൾ വിചാരിച്ചൊരു 500, മാക്സിമം ഒരു 600-700 റുപ്യ. അങ്ങനെ ഇവിടെ എത്തി ഷോറൂമിൽ ചോദിച്ചപ്പോ വയറിന് 4000 റുപ്യ. അങ്ങനെ അവിടെ നമ്മള് പ്രതീക്ഷിക്കാത്തല്ലേ, അങ്ങനെ ഫുള്ള് പെട്ട്. ആ യാത്ര ഫുള്ള് പെടലാണ്. പറഞ്ഞാല് ടയറ് പഞ്ചറായി, റൂം എടുത്ത്, മഴ, അന്നത്തെ ദിവസം മൊത്തം. പക്ഷെ എന്നാലോ യാത്ര ആലോചിക്കുമ്പോ ഭയങ്കര രസേനി. ആ യാത്ര നമ്മള് തൃശ്ശൂര് വരെ ഭയങ്കര രസേനി. തൃശ്ശൂര് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മഴ ഇതൊക്കെ ആയത്. നല്ല വയനാട് വ്യൂ ഭയങ്കര കാണില്ലേ മൂടൽ മഞ്ഞായിട്ടേ. ഇനിയിപ്പോ നമ്മളൊക്കെ ബ്ലറായിട്ടാണോ കണ്ടിരുന്നേ. അങ്ങനെ ആ ട്രിപ്പ് കൊണ്ടോട്ടി എത്തി. കൊണ്ടോട്ടി ബ്രേക്ക് ചെയ്യാത്ത വണ്ടി കൊണ്ടോട്ടി എത്തിച്ചു. പിന്നെ നമ്മളെ നാടായില്ലേ. അവിടെ പിന്നെ മോങ്ങത്തൊരു ഷോറൂം ഉണ്ട്, കൊണ്ടോട്ടി ഒന്നുണ്ട്. പിന്നെ അവിടെ സെപ്പറേറ്റ് ആയിട്ട് നന്നാക്കണ വലിയ അങ്ങാടിയാണ്, ഒരുപാട് ഇട്ടുണ്ട്. എന്നിട്ട് കൊണ്ട് നന്നാക്കി സെപ്പറേറ്റ് ആയിട്ടല്ലേ, ഷോറൂമിലല്ലോ, സെപ്പറേറ്റ് ആയിട്ട് നമ്മള് നന്നാക്കിക്കാം. അതെ ഉണ്ട്. പിന്നെയും കൊറേ രാത്രി യാത്രകൾ കൊറേ കിട്ടും. പിന്നെയും മഴ അവിടെ മൊത്ത സ്ഥലത്ത് മഴയില്ല. മഴയില്ലാത്ത ഏരിയയാണ് മഴയില്ലാത്തൊരു ഏരിയ, വെയിലുള്ള ഒരു ഏരിയ കേട്ടോ. കാണില്ല. വലിയ അടിപൊളി. അങ്ങനെ ആ കൊണ്ടോട്ടി യാത്രയും കഴിഞ്ഞ് കായംകുളം യാത്ര കഴിഞ്ഞ് അങ്ങോട്ട് റിട്ടേൺ പോകുന്നു. അങ്ങനെ അതും അങ്ങനെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു പോയി. അപ്പൊ ഇപ്പൊ കുറച്ച് അധികം കഥകളൊക്കെ ഇന്നുണ്ട്, കൊറേ യാത്രന്റെ കഥകൾ. ഒരുപാട് കഥ ഉണ്ട് അതില്. കോമഡി ഉണ്ട്, ട്രാജഡി ഉണ്ട്, എല്ലാം ഉണ്ട്. കഥകളാണ്, എല്ലാ കഥകളും ഉണ്ട്. അടുത്ത കഥകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അടുത്ത വീഡിയോ കാണാം. അപ്പൊ വീണ്ടും സന്ധിക്കുവരേക്കും വണക്കം. പക്ഷെ ഇപ്പൊ നല്ല മഴ കേട്ടോ. ഞാൻ വെറുതെ അവിടെ നേരത്തെ പറഞ്ഞതാണ് ഒരു മഴ ഉണ്ടാവുന്നു, എന്താ അറിയില്ല. നല്ല മഴ കിട്ടി. മഴ കൊണ്ടാണ് പോകുന്നത്. ഓ നല്ല മഴ. അപ്പൊ ബോട്ടിടാണേ, ഞാൻ ബോട്ടിടാൻ പോവാണ്. ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പൊ വീണ്ടും സന്ധിക്കുവരേക്കും വണക്കം.